ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ചാപ്റ്ററാണ്. അതായത് ഫിസിക്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ആ സമയത്ത് നമ്മളുടെ 6, 8, 10 ക്ലാസ്സുകളിലെ പാർട്ട് 2 ബുക്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് 3-4 ചാപ്റ്റേഴ്സ് ഒരു പുതിയ ബുക്ക് വന്നപ്പോൾ ആഡ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു ചാപ്റ്ററാണ് യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ചാപ്റ്റർ. ബലം, പ്രവൃത്തി, ഊർജം, പവർ എന്ന ഭാഗത്താണ് ഈ ഒരു ലെസൺ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെസൺ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഓൾഡ് SCERT 5th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ഇത്തിരി ശക്തി ഒത്തിരി ജോലി. അതായത് നമ്മുടെ ഉത്തോലകങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട ലെസണാണ്. ഉത്തോലകങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കുറേ കോഡും കണക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പോകാം. ഏറ്റവും ആദ്യം തന്നെ ലഘുയന്ത്രങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ മെഷീൻസ്. ഇപ്പോൾ സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണോ അതിനെ നമുക്ക് സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ലഘുയന്ത്രങ്ങൾ എന്ന് പറയാം. അധ്വാനം എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ലഘുയന്ത്രങ്ങൾ എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സ്പൂൺ ഉപയോഗിച്ച് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലേ? നെയിൽ പുള്ളർ, അതുപോലെ ബോട്ടിൽ ഓപ്പണർ. ഇതൊക്കെ എന്താണ്? നമ്മുടെ അധ്വാനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഉത്തോലകങ്ങളെ ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ലഘുയന്ത്രങ്ങൾ എന്താണ് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നോക്കിയേ, ഒരു പ്രതലത്തിൽ ഒരു ആണി തറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? കൈ ഉപയോഗിച്ച് ആ ഒരു ആണി പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ ഒരു എഫേർട്ട് വളരെ കൂടുതലായിരിക്കും വേണ്ടി വരും. ഇനി ഒരു നെയിൽ പുള്ളർ ഉപയോഗിച്ച് ആണി ഇളക്കുന്നുണ്ട്. നെയിൽ പുള്ളർ ഉപയോഗിച്ച് ആണി ഇളക്കുമ്പോൾ അത് ഈസി ആയിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ ചിത്രം എയിൽ നമ്മൾ ആ ഒരു ബലം പ്രയോഗിച്ച ഡയറക്ഷനിലാണോ രണ്ടാമത്തെ ചിത്രത്തിൽ ബലം പ്രയോഗിച്ചിരിക്കുന്നത്? അല്ല അല്ലേ? അപ്പോൾ നമുക്ക് വർക്ക് ഈസി ആയി അല്ലേ? വർക്ക് ഈസി ആവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്, ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിനോ ബലത്തിൻ്റെ ദിശയ്ക്കോ ഇവ രണ്ടിനുമോ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. അപ്പോൾ എന്താണ്? ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിനോ ബലത്തിൻ്റെ ദിശയ്ക്കോ, ഇനി അതല്ല ഇത് രണ്ടിനുമോ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ലഘുയന്ത്രങ്ങൾ എന്ന് പറയാം. ഈ ഒരു എക്സ്പെരിമെന്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ പിക്ചറിൽ ഈ നെയിൽ പുള്ളി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ടാണ് കൊടുക്കുന്നതെന്ന് അല്ലേ? പിന്നെ ഒരു സിമ്പിൾ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫോഴ്സ് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഈസി ആയിട്ട് പുൾ ഔട്ട് ചെയ്യാനായിട്ട് പറ്റി അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിനോ ബലത്തിൻ്റെ ദിശയ്ക്കോ ഇവ രണ്ടിനുമോ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നെയിൽ പുള്ളർ, കപ്പി എന്നിവ മാത്രമാണോ ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്നത്? അല്ല. ലഘുയന്ത്രങ്ങളെ പ്രധാനമായിട്ടും 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 6 തരമുണ്ട്. ലഘുയന്ത്രങ്ങൾ 6 തരമുണ്ട്. എന്തൊക്കെയാണ്? ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാണ്. അതുപോലെ കപ്പി, അച്ചും ചക്രവും വീൽ ആൻഡ് ആക്സിൽ, ചരിവ് തലം ഇൻക്ലൈൻഡ് പ്ലെയിൻ, സ്ക്രൂ, വെഡ്ജ് അല്ലെങ്കിൽ ആപ്പ് ഇവയൊക്കെ എന്താണ്? ലഘുയന്ത്രങ്ങളാണ്. ലഘുയന്ത്രങ്ങൾ പ്രധാനമായും 6 തരമുണ്ട്. ഉത്തോലകം, കപ്പി, അച്ചും ചക്രവും, ചരിവ് തലം, സ്ക്രൂ, ആപ്പ് എന്നിവ ലഘുയന്ത്രങ്ങളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇപ്പം നാരങ്ങ ഞെക്കി ഇവിടെ തന്നേക്കുന്നുണ്ടോ? നാരങ്ങ ഞെക്കി. അപ്പോൾ കണ്ടോ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ നാം നാരങ്ങയിൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? F1 ആണ്. F1 ആണ് നാം നാരങ്ങയിൽ പ്രയോഗിക്കുന്ന ബലം. നാം പ്രയോഗിക്കുന്ന ബലത്തിനെതിരായി നാരങ്ങ പ്രയോഗിക്കുന്ന ബലമാണ് F2 എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ ലോഡ് എന്ന് നമുക്ക് പറയാം. നാം പ്രയോഗിക്കുന്ന ബലത്തിനെതിരായി നാരങ്ങ പ്രയോഗിക്കുന്ന ബലം F2 ആയിട്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നാരങ്ങ ഞെക്കി ഒരു ലഘുയന്ത്രമായി ഉപയോഗിക്കുമ്പോൾ നാരങ്ങ ഞെക്കിയിൽ നാരങ്ങ പിഴിയാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് അതിനെയാണ് എന്ത് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയുന്നത്. അതേസമയം നാരങ്ങ പ്രയോഗിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് അതിനെയാണ് രോധം അല്ലെങ്കിൽ ലോഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ F1 ഏതാണ്, F2 ഏതാണെന്ന് മനസ്സിലായി. അതായത് യത്നവും രോധവും ഏതാണെന്നുള്ളത് ക്ലിയർ ആയല്ലോ? യത്നം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ആണെങ്കിൽ രോധം എന്ന് പറയുന്നത് ഇവിടെ നാരങ്ങയുടെ റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ലോഡാണ്. ക്ലിയർ ആയല്ലോ?
ഓക്കെ, അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് അല്ലേ. നാം നാരങ്ങ ഞെക്കിൽ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് താഴേക്കുള്ള ഒരു ബലമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് F1. അപ്പോൾ ഇവിടെ F2 എങ്ങനെയാണ്? നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിന് എതിരായിട്ട് നാരങ്ങ പ്രയോഗിക്കുന്ന ബലമാണ് F2. അത് കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഒരു ലഘുയന്ത്രത്തിലേക്ക് നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം എന്ന് പറയുന്നത്. ലഘുയന്ത്രം നേരിടുന്ന ബലമാണ് രോധം അല്ലെങ്കിൽ ലോഡ്. എഫേർട്ടും ലോഡും ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. പാരക്കോൽ ഉപയോഗിച്ച് 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കല്ല് ഉയർത്തുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. പാരക്കോൽ എന്ന് പറയുമ്പോൾ ക്രോബാർ. ഒരു ക്രോബാർ ഉപയോഗിച്ച് വലിയൊരു കല്ലാണ് ഉയർത്തുന്നത്. അതായത് ലോഡ് ഏകദേശം 400 ന്യൂട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, നാം പ്രയോഗിച്ച ബലത്തിന്റെ അളവ് എത്ര? നാം കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ടാണ്. ആ എഫേർട്ട് അല്ലെ, അല്ലെങ്കിൽ യത്നമാണ്. അത് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ്. 100 ന്യൂട്ടൺ ആണ്. ഇവിടെ പാരക്കോൽ ഉപയോഗിച്ച് എത്ര ഭാരമാണ് ഉയർത്തിയത്? 400 ന്യൂട്ടൺ ആണ്. 400 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? അത് 100 ന്യൂട്ടനും ആണ്. അപ്പോൾ പ്രയോഗിച്ച ബലത്തിന്റെ ഫലം എത്ര മടങ്ങായിട്ടാണ് വർദ്ധിച്ചത്? എത്ര മടങ്ങായിട്ടാണ് വർദ്ധിച്ചത്? 4 മടങ്ങായിട്ടാണ് വർദ്ധിച്ചത്. 100 ന്യൂട്ടൺ ബലം കൊടുത്തുകൊണ്ട് 400 ന്യൂട്ടൺ ഭാരമുള്ള ഒരു പാറക്കല്ല് നമ്മൾ ഉയർത്തുകയാണ് അല്ലേ. അപ്പോൾ ഈ പാരക്കോൽ ഉപയോഗിച്ചിട്ട് ഈ വലിയ കല്ല് ഉയർത്താൻ 400 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. അവിടെ ആ ഒരു 400 ന്യൂട്ടൺ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ബലത്തിൻ്റെ അളവെന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ബലം ഇവിടെ 4 മടങ്ങായിട്ട് വർദ്ധിച്ച് 400 ന്യൂട്ടനുള്ള പാരക്കോൽ ഉപയോഗിച്ച് 400 ന്യൂട്ടനുള്ള വലിയൊരു കല്ല് നമുക്ക് ഉയർത്താനായിട്ട് സാധിച്ചു. ക്ലിയർ ആയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ജോലി ലഘൂകരിക്കാനായിട്ട് സാധിച്ചു. പാരക്കോൽ ഉപയോഗിച്ചപ്പോൾ ജോലി ലഘൂകരിക്കാനായിട്ട് സാധിച്ചു. ക്ലിയർ അല്ലേ. രോധവും യത്നവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് യാന്ത്രിക ലാഭം. അപ്പം ഇവിടെ യാന്ത്രിക ലാഭം എത്രയാണ്? 4 ആണ്. ക്ലിയർ ആയല്ലോ. യാന്ത്രിക ലാഭം 4 ആണ്. യത്നത്തിൻ്റെ 4 മടങ്ങ് രോധം ഉയർത്താൻ കഴിയുന്ന ഒരു ലഘുയന്ത്രമാണ് ഇവിടെ പാരക്കോല്. ഇവിടെ രോധവും യത്നവും തമ്മിലുള്ള അനുപാതം എന്നത് 4 ആണ്. അതായത് യാന്ത്രിക ലാഭം 4 ആണ്. യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? രോധവും യത്നവും. എന്താണ് രോധം? രോധം എന്നാൽ ലോഡാണ്, അല്ലെ റെസിസ്റ്റൻസ് ആണ്. രോധവും യത്നം എഫേർട്ടാണ്. അപ്പോൾ ലോഡും എഫേർട്ടും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് യാന്ത്രിക ലാഭം അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. MA എന്ന ഷോർട്ട് ഫോമിൽ നമുക്ക് എഴുതാം. ഇത് യത്നത്തിൻ്റെ എത്ര മടങ്ങാണ് രോധം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതിനൊരു ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാം? MA = രോധം ബൈ യത്നം. MA യാന്ത്രിക ലാഭം = രോധം ബൈ യത്നം, എഫേർട്ട് ബൈ ലോഡ്. ഓക്കെ അല്ലേ. അപ്പോൾ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഒരു അനുപാത സംഖ്യയാണ്. അതിനെന്തില്ല? യൂണിറ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ. അതായത് രോധം എന്ന് പറയുന്നത് ന്യൂട്ടണിലായിരിക്കും, യത്നവും ന്യൂട്ടണിലായിരിക്കും. ആ ന്യൂട്ടൺ നമ്മൾ ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ അതിനെന്തില്ല? അത് യൂണിറ്റ് ഇല്ല, അനുപാത സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ആണി ഇളക്കാനായി നെയിൽ പുള്ളറിൽ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. അതെന്താണ്? എഫേർട്ടാണ്, യത്നമാണ്. യത്നം 40 ന്യൂട്ടൺ ആണ്. ഇനി എന്താ തന്നിരിക്കുന്നത്? നെയിൽ പുള്ളറിൻ്റെ യാന്ത്രിക ലാഭം നമുക്ക് തന്നിട്ടുണ്ട്. യാന്ത്രിക ലാഭം നമുക്ക് തന്നു 3 ആണ്. ഓക്കെ, യാന്ത്രിക ലാഭം 3. ഇനി ഇതെന്താ കണ്ടുപിടിക്കേണ്ടത്? രോധമാണ് കണ്ടുപിടിക്കേണ്ടത്, ലോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? യാന്ത്രിക ലാഭം = രോധം ബൈ യത്നം. നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യാന്ത്രിക ലാഭം 3 ആണ്. അതുപോലെ യത്നം എത്രയാണ്? 40 ആണ്. അപ്പോൾ രോധം കണ്ടുപിടിക്കാൻ യാന്ത്രിക ലാഭം ഇൻറ്റു യത്നം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് രോധത്തിൻ്റെ യൂണിറ്റ് 120 ന്യൂട്ടൺ ആയിട്ട് കിട്ടും അല്ലേ. ബലമാണ്, അത് ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ രോധം എന്ന് പറയുന്നത് ലോഡാണ്. ഓക്കെ, അപ്പോൾ 120 ന്യൂട്ടൺ കിട്ടി. ക്ലിയർ ആയില്ലേ? ഈസി അല്ലേ ഇത്? ഇനി ഉത്തോലകത്തെക്കുറിച്ച് നമ്മളുടെ ആർക്കിമിഡീസിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, നമുക്ക് നോക്കാം. എനിക്ക് നീളമുള്ള ഒരു ദണ്ഡും ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ ഭൂമിയെ നീക്കിത്തരാം എന്ന് ആർക്കിമിഡീസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇത്. ഓക്കെ, ഇതൊരു ഇമാജിനേറ്റീവ് കോട്ടാണ് കേട്ടോ. ഭൂമിയെ നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു കോട്ടാണ് ആർക്കിമിഡീസിൻ്റെ. എനിക്ക് നീളമുള്ള ഒരു ദണ്ഡും ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ ഭൂമിയെ നീക്കിത്തരാം എന്ന് ആർക്കിമിഡീസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ലഘുയന്ത്രമായി ഉപയോഗിക്കുന്ന ദണ്ഡിനെ താങ്ങി നിർത്തുന്ന സ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ
ഒരു ത്രാസാണ് ആദ്യത്തെ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത്. രണ്ടാമത് ഒരു സീസോയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ആണെങ്കിൽ വേറൊരെണ്ണം റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സീസോ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ധാരം എന്ന് പറയുന്നത്. ധാരം. ഇവിടെ നോക്കൂ, ഈ ഒരു ത്രാസ് ആണെങ്കിൽ ഇവിടെയുള്ള ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ധാരം. ധാരത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഫൽക്രം എന്നാണ്. എഫ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത് ഏതാണ്? ഈ ദണ്ടിനെ താങ്ങി നിർത്തുന്ന ഈ സ്ഥാനം അറിയപ്പെടുന്ന പേര് ധാരം എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സാധാരണ ത്രാസ്, സീസോ, ഇതിൻ്റെയൊക്കെ ധാരം എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ധാരം എന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകം അല്ലെങ്കിൽ ലിവേഴ്സിന്റെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ധാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കിയിട്ട് തിരിയാൻ കഴിയുന്ന ദൃഢദണ്ഡാണ് ഉത്തോലകം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. എന്താണ്? ഒരു ഫിംഗർ ടിപ്പിൽ ഒരു ബുക്കിനെ താങ്ങി നിർത്തുന്നു. അതായത് ആ വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്ന ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിൽ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുക്കിനെ കൈയുടെ തുമ്പത്ത് വെച്ച് ഇങ്ങനെ കറക്കി ഷോ ഇറക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്നതായി കണക്കാക്കുന്ന ബിന്ദുവാണ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്നതായി കണക്കാക്കുന്ന ബിന്ദുവാണ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടേമുകളാണ് രോധഭുജവും യജ്ഞഭുജവും. രോധഭുജവും യജ്ഞഭുജവും. ഒന്നുമില്ല, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഇത് നമ്മളുടെ എഫേർട്ടാണ്. ഓക്കെ, ഇത് എഫേർട്ടാണ്. ഇത് നമ്മുടെ ലോഡാണ്. ലോഡ് എന്ന് പറയുമ്പോൾ രോധമാണ്. രോധം. ഓക്കെ, ഇത് രോധം. ഈ ഒരു മലയാളം ടേമും ഇംഗ്ലീഷ് ടേമും നിങ്ങൾ മനസ്സിലാക്കണം. രോധത്തിനെയാണ് ലോഡ് എന്ന് പറയുന്നത്. യജ്ഞത്തിനെയാണ് എന്ത് പറയുന്നത്? യജ്ഞത്തിനെയാണ് എഫേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന രണ്ട് വേർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് രോധഭുജവും അടുത്തത് യജ്ഞഭുജവുമാണ്. ഓക്കെ, യജ്ഞഭുജവും. അപ്പോൾ എന്താണ് യജ്ഞഭുജം, എന്താണ് രോധഭുജം? ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്താണ്? ഇവിടെ എന്താണ്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ധാരമാണ്, ഫൽക്രമാണ്. ഫൽക്രം. അപ്പോൾ ഈ ധാരം മുതൽ ഇവിടെ ഈ രോധം വരെയുള്ള ഈ ഒരു ദൂരവും അതുപോലെ ഈ ധാരം മുതൽ ഇവിടെ ഈ യജ്ഞം ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ദൂരവും. അപ്പോൾ ഈ ധാരം മുതൽ രോധം വരെയുള്ള ഈ ഒരു ഫിക്സഡ് ലെങ്ത്തിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? രോധഭുജം അല്ലെങ്കിൽ ലോഡ് ആം എന്ന് പറയുന്നത്. ലോഡ് ആം. മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ധാരം എന്ന് പറയുന്ന സെൻറ്റർ പോയിന്റ് മുതൽ എവിടെയാണോ രോധം ഹാൻഡിൽ ചെയ്തിട്ടിരിക്കുന്നത് ഓക്കെ, ആ ഒരു പോയിന്റ് വരെയുള്ള ദൂരമാണ് രോധഭുജം. അതുപോലെ ഇവിടെ നമ്മളുടെ ധാരം മുതൽ ഇവിടെ ഈ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഈ ഒരു യജ്ഞം തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗം വരെയുള്ള ദൂരമാണ് യജ്ഞഭുജം. എഫേർട്ട് ആം എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇവിടെ എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രോധം ഇൻറ്റു രോധഭുജം ഈക്വൽ ടു യജ്ഞം ഇൻറ്റു യജ്ഞഭുജം ആയിരിക്കും. അതായത് ഒരു വസ്തു തുലനാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ ഒരു ധാരത്തെ ആധാരമാക്കിക്കൊണ്ട് ഈ ഒരു ത്രാസ് ഇങ്ങനെ തുലനാവസ്ഥയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? ധാരത്തെ ആധാരമാക്കിക്കൊണ്ട് ഈ ഒരു ത്രാസ് തുലനാവസ്ഥയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ രോധം ഇൻറ്റു രോധഭുജം ഈക്വൽ ടു യജ്ഞം ഇൻറ്റു യജ്ഞഭുജം ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉത്തോലകം തുലന നിലയിൽ ആയിരിക്കുമ്പോൾ രോധം ഇൻറ്റു രോധഭുജം ഈക്വൽ ടു യജ്ഞം ഇൻറ്റു യജ്ഞഭുജം ആയിരിക്കും. ഇതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഉത്തോലക തത്വം എന്ന് പറയുന്നത്. ഉത്തോലക തത്വം എന്താണ്? രോധം ഇൻറ്റു രോധഭുജം ഈക്വൽ ടു യജ്ഞം ഇൻറ്റു യജ്ഞഭുജം ആയിരിക്കുമ്പോഴാണ് ഒരു ഉത്തോലകം തുലന നിലയിലായിരിക്കുന്നത്. ആ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തത്വത്തെയാണ് എന്ത് പറയുന്നത്? ഉത്തോലക തത്വം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം ഈ ഒരു ഇക്വേഷനിൽ നിന്ന് രോധം ഇൻറ്റു രോധഭുജം ഈക്വൽ ടു യജ്ഞം ഇൻറ്റു യജ്ഞഭുജമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ രോധത്തിൻ്റെ അടുത്തേക്ക് യജ്ഞത്തെ നമുക്ക് കൊണ്ടുവരാം. അതായത് രോധം ബൈ യജ്ഞം എന്നാവും. അതുപോലെ ഈ യജ്ഞഭുജത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ രോധഭുജത്തെ കൊണ്ടുപോകാം. അപ്പോൾ യജ്ഞഭുജം ബൈ രോധഭുജം എന്നാവും. അപ്പോൾ അത് നമ്മുടെ ഇക്വേഷൻ ഈ രീതിയിലാവില്ലേ? രോധം ബൈ യജ്ഞം ഈക്വൽ ടു യജ്ഞഭുജം ബൈ രോധഭുജം എന്നായിട്ട് മാറും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് യാന്ത്രിക ലാഭം ഈക്വൽ ടു രോധം
ബൈ യത്നമാണ് എന്ന് നമുക്കറിയാം. യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് രോധം ബൈ യത്നം. രോധം എന്ന് പറഞ്ഞാൽ ലോഡാണ്, യത്നം എന്ന് പറഞ്ഞാൽ എഫേർട്ടാണ്. ഈക്വൽ ടു നമ്മളിത് ഈ ഒരു ഉത്തോലക തത്വം അനുസരിച്ചുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താണ് രോധത്തെയും യത്നത്തെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, അതുപോലെ യത്നഭുജത്തെയും രോധഭുജത്തെയും മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ രീതിയിൽ മാറി. അപ്പോൾ നമുക്ക് പറയാം രോധം ബൈ യത്നം ഈക്വൽ ടു യത്നഭുജം ബൈ രോധഭുജം. അതായത് യാന്ത്രിക ലാഭം ഈ രീതിയിലും നമുക്ക് കാണാം. രോധം ബൈ യത്നം എന്നുള്ളത് യാന്ത്രിക ലാഭമാണ്. അതേപോലെ യത്നഭുജം ബൈ രോധഭുജം ചെയ്താലും നമുക്ക് എന്ത് ലഭിക്കും? യാന്ത്രിക ലാഭം ലഭിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഉത്തോലകങ്ങളുടെ ധാരം, രോധം, യത്നം. ധാരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫൽക്രം. വീണ്ടും എന്തിനാ റിപ്പീറ്റ് അടിക്കുന്നതെന്ന് അറിയോ? മനസ്സിൽ പതിയാനാണ് കേട്ടോ. ധാരം എന്നാൽ ഫൽക്രം, രോധം എന്നാൽ ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, യത്നം എന്നാൽ എഫേർട്ട്. നമ്മുടെ ഓൾഡ് SCERT എടുത്ത് നോക്കിയാൽ ഈ രോധം എന്ന വാക്കിന് പകരം ഇംഗ്ലീഷ് ടേം റെസിസ്റ്റൻസ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ധാരം, രോധം, യത്നം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനം അനുസരിച്ച് ഉത്തോലകങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? ഒന്നാം വർഗ ഉത്തോലകം ഫസ്റ്റ് ഓർഡർ ലിവേഴ്സ്, രണ്ടാം വർഗ ഉത്തോലകം സെക്കൻഡ് ഓർഡർ ലിവേഴ്സ്, മൂന്നാം വർഗ ഉത്തോലകം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള 5th സ്റ്റാൻഡേർഡിലെ ആ ഒരു ലെസൺ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന ലെസൺ കണ്ടിട്ട് തന്നെ വേണം ഈ ഒരു ഭാഗത്തേക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ. കാരണം ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം ഓരോന്നും കോഡ് വെച്ചിട്ട് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിലും കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഫ്രീ എന്ന കോഡ് ഉപയോഗിച്ച് പഠിച്ചവർക്കാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫൽക്രം സെൻറ്ററിൽ വരുന്നത്, ധാരം സെൻറ്ററിൽ വരുന്നത് ഒന്നാം വർഗ ഉത്തോലകമാണ്. പിന്നെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് സെൻറ്ററിൽ വരുന്നത് രണ്ടാം വർഗ ഉത്തോലകമാണ്. എഫേർട്ട് സെൻറ്ററിൽ വരുന്നത് മൂന്നാം വർഗ ഉത്തോലകമാണ്. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ രോധത്തിനും യത്നത്തിനും ഇടയിലാണ് ധാരം വരുന്നതെങ്കിൽ, ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ യത്നത്തിനും രോധത്തിനും ഇടയിലാണ് ധാരം വരുന്നതെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്, ഒന്നാം വർഗ ഉത്തോലകമാണ്. നമ്മൾ പഠിച്ച കോഡ് എന്താണ്? സീസോ പ്ലെയറിലെ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ ത്രാണിയില്ല. അപ്പോൾ എന്തൊക്കെ വന്നു എക്സാമ്പിൾ? സീസോ പ്ലെയർ, കപ്പിത്താൻ കപ്പി, പിന്നെന്താ വന്നത്? കത്രിക, കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ ത്രാണിയില്ല. അപ്പം ത്രാസ്, നഖം വെട്ടി, നെയിൽ കട്ടർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഏതിൽ വരുന്നതാ? ഒന്നാം വർഗ ഉത്തോലകത്തിൽ വരുന്നതാണ്. ഇനി സാധാരണ ത്രാസിൽ യത്നഭുജവും രോധഭുജവും തുല്യമല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് കേസ്? സാധാരണ ഒരു ത്രാസ് എടുത്താൽ, നമ്മളിവിടെ ഈ ത്രാസിൻ്റെ പിക്ചർ കണ്ടുല്ലോ, ഒരു മിനിറ്റ് അതിലേക്കൊന്ന് പോയിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നോക്കൂ, ത്രാസ്. ഈ ഒരു ത്രാസിൻ്റെ കേസിൽ ഇവിടെ എഫേർട്ടും ഇത് ലോഡും ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ യത്നഭുജവും അതുപോലെ തന്നെ രോധഭുജവും തുല്യമല്ലേ? യത്നഭുജവും രോധഭുജവും ഇവിടെ ഈ ഒരു സാധാരണ ത്രാസിൽ തുല്യമാണ്, ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? സാധാരണ ത്രാസിൽ യത്നഭുജവും രോധഭുജവും തുല്യമാണ്, അതുകൊണ്ട് തന്നെ രോധവും യത്നവും ഒക്കെ തുല്യമായിരിക്കും. അതുകൊണ്ടല്ലേ ആ ഒരു ത്രാസ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്, തുലനാവസ്ഥയിൽ നിൽക്കുന്നത്, ആണല്ലോ? ഓക്കെ, യത്നഭുജവും അതുപോലെ തന്നെ രോധഭുജവും തുല്യമായിരിക്കും, രോധവും യത്നവും തുല്യവുമായിരിക്കും. ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ ഒരു 500 ഗ്രാം എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ മേടിക്കുകയാണെങ്കിൽ ആ വസ്തു ഇവിടെ വയ്ക്കും. അതിന് ആനുപാതികമായിട്ടുള്ള ആ ഒരു കട്ടാന്നോ എന്താണ് പറയുന്നത്, ആ 500 ഗ്രാം എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു റൗണ്ടിലുള്ള അല്ലെ, ആ മെഷർ ചെയ്യുന്ന സാധനം അത് ഇവിടെയും വയ്ക്കും. രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തുലന നിലയിൽ ഈ ഒരു ത്രാസ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ ഞാൻ പറയുന്ന കാര്യം? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇനി കത്രിക ഉപയോഗിക്കുമ്പോഴോ അതുപോലെ പാരക്കോൽ ഉപയോഗിച്ച് കല്ലിളക്കുമ്പോഴോ ഇവിടെ യാന്ത്രിക ലാഭം വർദ്ധിപ്പിക്കാൻ യത്നഭുജമാണോ അതോ രോധഭുജമാണോ കൂട്ടേണ്ടത്? ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. അടുത്തൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ്. മുകളിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ചിത്രം ഏറ്റവും ആദ്യ ഭാഗത്ത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ കണ്ടോ, എഫേർട്ട് മുതൽ ഈ ഒരു ഫൽക്രം വരെയുള്ള യത്നഭുജമാണിത്. ഇവിടെ ഇത് കൂടുതലാണല്ലോ. അതുപോലെ ഇവിടെയാണ് നമ്മളുടെ ലോഡിന് എന്താ പറയുന്നത്? രോധം. അപ്പോൾ ഈ രോധഭുജം കുറവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ യത്നഭുജമാണ് കൂടുതൽ, രോധഭുജം കുറവാണ്. അപ്പോൾ ഇനി ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എന്താണ്? യത്നഭുജം കൂടുതലും
രോധഭുജം കുറവുമാണ്. പാരക്കോൽ ഉപയോഗിച്ച് കല്ലിളക്കിയപ്പോൾ യാന്ത്രിക ലാഭം വർദ്ധിപ്പിക്കാൻ യത്നഭുജമാണോ അതോ രോധഭുജമാണോ കൂട്ടേണ്ടത്? യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? യാന്ത്രിക ലാഭത്തിൻ്റെ ഇക്വേഷൻ യത്നഭുജം ഡിവൈഡഡ് ബൈ രോധഭുജം. അപ്പോൾ യാന്ത്രിക ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ യത്നഭുജമാണ് കൂട്ടേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ യാന്ത്രിക ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ ഏതാണ് കൂട്ടേണ്ടത്? യത്നഭുജമാണോ അതുപോലെ രോധഭുജമാണോ എന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം മാർക്ക് ചെയ്തതല്ല കേട്ടോ, നേരത്തെ ചോദ്യം ജസ്റ്റ് ടിക്കിട്ടതാണ്. അപ്പോൾ യത്നഭുജമാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഇനി ഈ അവസരത്തിൽ യാന്ത്രിക ലാഭം എത്രയായിരിക്കും? യത്നഭുജം കൂട്ടുകയാണെങ്കിൽ യത്നഭുജം ഡിവൈഡഡ് ബൈ രോധഭുജമാണ് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ ന്യൂമറേറ്ററിൽ വലിയ സംഖ്യ വന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി രോധഭുജത്തിൻ്റെ നീളമാണ് യത്നഭുജത്തേക്കാൾ കൂടുതലെങ്കിൽ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവുമായിരിക്കും. ക്ലിയർ ആയോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു ബോക്സ് പറയുന്നുണ്ട്. യാന്ത്രിക ലാഭം ഒന്നായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യത്നം ഈക്വൽ ടു രോധം. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യാന്ത്രിക ലാഭം ഒന്നായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യത്നം ഈക്വൽ ടു എഫേർട്ട് ഈക്വൽ ടു ലോഡ് ആണ്. എഫേർട്ട് ഈക്വൽ ടു ലോഡ് ആണ്. അല്ലെങ്കിൽ എന്താണ്? യത്നഭുജം ഈക്വൽ ടു രോധഭുജമാണ്. ഇനി യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായാൽ ഇവിടെ ഏതാണ് കൂടുതലായിട്ടുണ്ടാവുക? അത് രോധഭുജമായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക അല്ലേ? രോധഭുജമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലാണെങ്കിൽ അവിടെ യത്നഭുജമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. യത്നഭുജം കൂടുമ്പോഴാണ് യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുന്നത്. ഓക്കെ. അതുപോലെ രോധഭുജം കൂടുതലാവുമ്പോഴാണ് യാന്ത്രിക ലാഭം ഒന്നിൽ കുറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി പറയാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. യത്നഭുജം ഇക്വേഷൻ ഒന്നുകൂടി പറയാം കേട്ടോ, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടി പറയുന്നത്. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് റബ്ബ് ചെയ്തിട്ട് പറയാം. യാന്ത്രിക ലാഭം ഈക്വൽ ടു യത്നഭുജം ബൈ രോധഭുജം എന്നാണ്. അപ്പോൾ യാന്ത്രിക ലാഭം ഒന്നാവണമെങ്കിൽ യത്നഭുജവും രോധഭുജവും സെയിം ആയാലേ പറ്റുള്ളൂ. യത്നഭുജം 5 സെൻറ്റിമീറ്റർ, രോധഭുജം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യാന്ത്രിക ലാഭം 1 ആയിരിക്കും അല്ലേ? യാന്ത്രിക ലാഭത്തിന് യൂണിറ്റ് ഇല്ല. ഇനി അടുത്തത് യത്നഭുജം കൂടുതലാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ നോക്കിയോ, യത്നഭുജം കൂടുതലാണെന്ന് പറയുമ്പോൾ യത്നഭുജം ഒരു 10 സെൻറ്റിമീറ്റർ ആവട്ടെ. രോധഭുജം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ യാന്ത്രിക ലാഭം ഇവിടെ എത്രയാവും? 2 ആകുമല്ലോ. ഇനി ഇവിടെ രോധഭുജം 10ഉം യത്നഭുജം 5ഉം ആവട്ടെ. ഓക്കെ. ഇവിടെ രോധഭുജം 10ഉം യത്നഭുജം 5ഉം ആണെങ്കിൽ യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.5 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? രോധഭുജം കൂടുതലാണെങ്കിൽ യാന്ത്രിക ലാഭം കുറയും. യത്നഭുജം കൂടുതലാണെങ്കിൽ യാന്ത്രിക ലാഭം കൂടും. രണ്ടും ഈക്വൽ ആണെങ്കിൽ യാന്ത്രിക ലാഭം 1 ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നുമില്ല. ഇനി പഠിക്കുന്നത് സെക്കൻഡ് ഓർഡർ ലിവേഴ്സിനെ കുറിച്ചാണ്. സെക്കൻഡ് ഓർഡർ ലിവേഴ്സ് അതിൻ്റെ കോഡ് എന്തായിരുന്നു? 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. അപ്പോൾ 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക് എന്ന് പറയുമ്പോൾ ക്ലാസ് കണ്ടിട്ട് വരാം കേട്ടോ, എന്നാൽ മാത്രമാണ് ഈ പറയുന്ന കോഡ് മനസ്സിലാവുള്ളൂ. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. 2 എന്നുള്ളത് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ വരുന്നത് ബോട്ടിൽ ഓപ്പണർ, പിന്നെന്താണ് വീൽ ബാരോ, പിന്നെ വരുന്നത് എന്താണ് പാക്കുവെട്ടി, സ്റ്റാപ്ലർ, ഇതൊക്കെ നാരങ്ങ ഞെക്കി, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ FRE എന്ന് എഴുതുമ്പോൾ R റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ്, റെസിസ്റ്റൻസിനെ തന്നെയാണ് ലോഡ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് സെൻറ്ററിൽ വരുന്നതാണെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ടാം വർഗ്ഗ ഉത്തോലകം എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന പിക്ചർ നോക്കാം. ഇവിടെ യത്നമുണ്ട്, ധാരമുണ്ട്, രോധമുണ്ട്. രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് ഇത് സെൻറ്ററിൽ വരുന്നതൊക്കെ എന്താണ്? രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിളാണ്. രോധം യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകം. കണ്ടല്ലോ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഈ ഒരു സൈഡിലാണ്. ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിവിടെ എന്താണ്? ഇത് ഫൽക്രമാണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ രോധം യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് എന്ത്? രണ്ടാം വർഗ്ഗ ഉത്തോലകം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ കേസിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോണോ. രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഈ രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ കേസിൽ യത്നഭുജമായിരിക്കുമോ രോധഭുജമായിരിക്കുമോ കൂടുതലുണ്ടാവുക?
യജ്ഞഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏത് പോയിന്റിനെയാണോ ആധാരമാക്കി പ്രവർത്തിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് വരെയുള്ള ദൂരമാണ് എന്ത്? യജ്ഞഭുജം എന്ന് പറയുന്നത്. യജ്ഞഭുജം. ഇനി രോധഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണല്ലോ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഫൽക്രത്തിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള ദൂരമാണ് ഇവിടുത്തെ എന്ത്? രോധഭുജം എന്ന് പറയുന്നത്. ഇവിടെ ഏതാ കൂടുതൽ? യജ്ഞഭുജാണല്ലോ കൂടുതൽ. യജ്ഞഭുജം കൂടുതലാണെങ്കിൽ അവിടെ യാന്ത്രിക ലാഭം എപ്പോഴും എങ്ങനെയായിരിക്കും? യാന്ത്രിക ലാഭം 1ൽ കൂടുതലായിരിക്കും. ഓക്കെ, യാന്ത്രിക ലാഭം എപ്പോഴും 1ൽ കൂടുതലായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലിവേഴ്സിൽ യാന്ത്രിക ലാഭം 1ൽ കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി തേർഡ് ഓർഡർ ലിവേഴ്സിലേക്ക് വരാം. തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുമ്പം എങ്ങനെയാണ്? നമ്മൾ പഠിച്ച കോഡ് FRE എന്നാണ്. അതായത് എഫേർട്ട് സെൻറ്ററിൽ വരണം. എഫേർട്ട് സെൻറ്ററിൽ വരുമ്പോഴാണ് എന്ത്? മൂന്നാം വർഗ്ഗ ഉത്തോലകം. ഇപ്പോൾ നോക്കി, ഒരു ടോങ്സ് ആണിത്. ടോങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് പ്ലക്കർ എന്നൊക്കെ പറയാം അല്ലേ? അതായത് നമ്മൾ പിടിക്കുന്നത് എവിടെയായി? ടോങ്സിൻ്റെ ഈ ഒരു ഭാഗത്തല്ലേ നമ്മൾ പിടിക്കുക. ഓക്കെ, അപ്പോൾ അതാ ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫൽക്രം, ഇതാണ് അതിൻ്റെ എഫേർട്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ എന്താണ്? എഫേർട്ടാണ് സെൻറ്ററിൽ വന്നിരിക്കുന്നത്. എഫേർട്ട് അല്ലെങ്കിൽ യജ്ഞം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് മൂന്നാം വർഗ്ഗ ഉത്തോലകങ്ങൾ. അപ്പോൾ മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ ഇമേജാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു കേസിൽ നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു കേസിൽ ഇതാണ് എഫേർട്ട്, ഇതാണ് ഫൽക്രം, ഇതാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ധാരത്തിൽ നിന്ന് യജ്ഞത്തിലേക്കുള്ള ദൂരം കുറവാണ്, ഇത്രേ ദൂരമേ ഉള്ളൂ. അതേസമയം രോധത്തിലേക്കുള്ള ദൂരം ഇവിടെ കൂടുതലുമാണ്. അതായത് രോധഭുജം കൂടുതലും എഫേർട്ടിലേക്കുള്ള അല്ലെങ്കിൽ യജ്ഞഭുജം എന്താണ്? കുറവുമാണ്. യജ്ഞഭുജം കുറവും രോധഭുജം കൂടിയാൽ എന്ത് സംഭവിക്കും? യാന്ത്രിക ലാഭം എപ്പോഴും എങ്ങനെയായിരിക്കും? 1ൽ കുറവായിരിക്കും. മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭം എപ്പോഴും 1ൽ കുറവായിരിക്കും. മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ നമുക്കറിയാം എന്താണ്? 3 ഐസ് ചവച്ചു എന്ന കോഡാണ് നമ്മൾ പഠിച്ചത്. 3 എന്ന് പറയുന്ന മൂന്നാം വർഗ്ഗ ഉത്തോലകത്തെ സൂചിപ്പിക്കുന്നു. ഐസ് എന്ന് പറയുമ്പോൾ ഐസ് ടോങ്സ്, ചവച്ചു, ചവണ, ചൂണ്ട, ഇതൊക്കെ എന്താണ്? മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതുകൂടി നോക്കാം. ഒന്നാം വർഗ്ഗ ഉത്തോലകം. ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ എന്താണ്? ഫൽക്രമായിരിക്കും സെൻറ്ററിൽ വരുന്നത്. ധാരം രോധത്തിനും യജ്ഞത്തിനും ഇടയിലാണ് വരുന്നത്. രണ്ടാം വർഗ്ഗ ഉത്തോലകമാണെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡായിരിക്കും സെൻറ്ററിൽ വരുന്നത്. മൂന്നാം വർഗ്ഗ ഉത്തോലകമാണെങ്കിൽ എഫേർട്ടായിരിക്കും എന്തിന് സെൻറ്ററിൽ വരിക? എഫേർട്ട് അല്ലെങ്കിൽ യജ്ഞമായിരിക്കും ധാരത്തിനും രോധത്തിനും സെൻറ്ററിലായിട്ട് വരുന്നത്. ഇനി ഒന്നാം വർഗ്ഗ ഉത്തോലകമാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മേ ബി യാന്ത്രിക ലാഭം 1 ആകാം. യാന്ത്രിക ലാഭത്തെക്കുറിച്ചാണ് പറയുന്നത്. യാന്ത്രിക ലാഭം 1 ആകാം, 1ൽ കുറവാകാം, 1ൽ കൂടുതലുമാകാം. ഇനി രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് 1ൽ കൂടുതലായിരിക്കും. അവിടെ എപ്പോഴും യജ്ഞഭുജമായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ യജ്ഞഭുജം കമ്പയർഡ് ടു രോധഭുജം കൂടുതലായിരിക്കും. അപ്പോൾ അതേസമയം അതുകൊണ്ട് തന്നെ ഇവിടെ യാന്ത്രിക ലാഭം എപ്പോഴും എന്താണ്? 1ൽ കൂടുതലായിരിക്കും. 1ൽ കൂടുതൽ. ഓക്കെ അല്ലേ? 1ൽ കൂടുതൽ. ഇനി മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എപ്പോഴും യാന്ത്രിക ലാഭം 1ൽ കുറവാണ്. കാരണം എന്താണ്? അവിടെ രോധഭുജമാണ് കൂടുതൽ. പിക്ചർ വെച്ച് നമ്മൾ പറഞ്ഞതല്ലേ 1ൽ കുറവ്. ഇത് മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലഘുയന്ത്രങ്ങൾ 6 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ഉത്തോലകം എന്ന്. അപ്പോൾ ഉത്തോലകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ കപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഗിയർ, ആപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതെല്ലാം വരുന്നത് ഈ ഒരു ചാപ്റ്റർ തന്നെയാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് സ്റ്റഡി പ്ലാനുകളൊക്കെ ആക്സസ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള വീക്ക്ലി എക്സാംസും എഴുതുക. താങ്ക് യു ആൾ.